എസ്റ്റേറ്റും പണവും കണ്ടിട്ടല്ല പ്രഭയെ ഇഷ്ടപ്പെട്ടത്, അവളെ മാത്രം തന്നാൽ മതി. പ്രഭയുടെ അച്ഛനോട് വിവാഹാലോചന നടത്തുമ്പോൾ KJ യേശുദാസ് പറഞ്ഞ ഈ വാക്കുകൾ ഇന്നും അവരുടെ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ അടയാളമായി നിലകൊള്ളുന്നു. സമ്പത്തിനെയോ സ്ഥാനമാനങ്ങളെയോ അല്ല, മനുഷ്യനെയാണ് അദ്ദേഹം സ്നേഹിച്ചത്. പക്ഷേ ആ വാക്കുകളിലേക്ക് എത്തിച്ചേരാൻ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു കഥയുണ്ട്. ഒരു പള്ളിപ്പെരുന്നാളിലെ ഗാനമേളയിൽ ആരംഭിച്ച പിന്നീട് ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു കഥ. പ്രഭ എബ്രഹാമിൻ്റെ സ്കൂൾ കാലം മുതൽ തന്നെ ദാസേട്ടൻ്റെ ഗാനങ്ങളോട് പറഞ്ഞറിയിക്കാത്ത ഇഷ്ടമായിരുന്നു. ഓരോ ഗാനവും അവർ മനസ്സിൽ സൂക്ഷിച്ചു. ആ ശബ്ദം സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്ന് അവർക്കറിയില്ലായിരുന്നു. ആ ഓർമ്മകളിൽ ആദ്യം തെളിയിക്കുന്നത് അവരുടെ നാട്ടിലെ പള്ളിയിലെ ഒരു പരിപാടിയാണ്. ദാസേട്ടൻ്റെ ഗാനമേള നടക്കുകയാണ്. പതിവ് പോലെ സദസ്സിൽ നിന്ന് ചെറിയ കടലാസുകളിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ ആദ്യ വരികൾ എഴുതി സ്റ്റേജിലേക്ക് കൊടുക്കുന്നുണ്ട്. ദാസേട്ടൻ അതിൽ ചിലത് എടുത്തു പാടുകയും ചെയ്തു. അപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു വിരുദ്ധൻ പാട്ടിൻ്റെ വരി ഒരു 500 രൂപ നോട്ടിൽ എഴുതി നൽകിയത്. നോട്ട് കണ്ട ദാസേട്ടൻ പാടിത്തുടങ്ങി, പഞ്ചവർണ്ണ തത്ത പോലെ. പക്ഷേ അടുത്ത നിമിഷം എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വഴി മാറ്റിപ്പാടി. 5 രൂപ നോട്ട് കണ്ടേ നെഞ്ചു തളരൻ പൊന്നെ. നോട്ടിൽ പാട്ടെഴുതി നൽകിയ ആ വിരുദ്ധനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു രസകരമായ ആ മാറ്റം. ഒരു നിമിഷം പ്രഭയുടെ മനസ്സിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. പാട്ടുകൾ മാത്രമല്ല, പാട്ടുകാരനെ അവരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറി. ഒരിക്കൽ നേരിൽ കാണണം, സംസാരിക്കണം, പരിചയപ്പെടണം എന്നൊരു ആഗ്രഹം മനസ്സിൽ മുളച്ചു. ആ ആഗ്രഹം സഫലമാക്കിയാണ് പ്രഭ. അമ്മാവൻ കുഞ്ഞായിരുന്നു അന്ന്. അദ്ദേഹം ചെന്നൈയിലായിരുന്നു താമസം. ദാസേട്ടനുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പരിപാടിക്ക് വരുമ്പോഴൊക്കെ ദാസേട്ടൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി വരണമെന്ന് പ്രഭ അമ്മാവനോട് നിർബന്ധിച്ച് പറയുമായിരുന്നു. അന്ന് പ്രഭ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നിരുന്ന സമയം. ഒരു പരിപാടിക്കായി ദാസേട്ടൻ തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും തിരക്കുകൾ കാരണം വീട്ടിൽ വരാനായില്ല. വിഷമിച്ച പ്രഭയോട് അടുത്ത തവണ ഉറപ്പായും കൊണ്ടുവരാമെന്ന് അമ്മാവൻ വാക്കു നൽകി. അടുത്ത പരിപാടി എത്തിയപ്പോഴേക്കും ആ വാക്ക് അദ്ദേഹം പാലിച്ചു. കാറിൽ നിന്ന് ഇറങ്ങി വീട്ടുമുറ്റത്തേക്ക് നടന്നു വന്ന ദാസേട്ടനെ നോക്കി നിന്ന പ്രഭയെ ചൂണ്ടിക്കാട്ടി അമ്മാവൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ദാ ഇവൾക്ക് വേണ്ടിയാണ് തന്നെ ഞാൻ കൊണ്ടുവന്നത്. അന്ന് ആ വാക്കുകൾ കേട്ട് ചിരിച്ചെങ്കിലും അത് ജീവിതത്തിൻ്റെ പ്രവചനമായിരുന്നു. പിന്നീട് പ്രഭ തിരിച്ചറിഞ്ഞു, അതൊരു നിമിത്തമായിരുന്നു എന്ന് തോന്നുന്നു. ദാസേട്ടൻ എൻ്റെ സ്വന്തമായി. അന്ന് അവർ ഒരുപാട് സംസാരിച്ചു, എന്നാൽ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് വെറും പരിചയത്തിൻ്റെ തുടക്കമായിരുന്നു. പരിചയം പതിയെ സൗഹൃദമായി വളർന്നു. ദാസേട്ടനും അമ്മയും സഹോദരിയും വരെ പിന്നീട് പ്രഭയുടെ വീട്ടിൽ വരാൻ തുടങ്ങി. കുടുംബങ്ങൾ തമ്മിൽ അടുപ്പമായി. വീട്ടിൽ ഔപചാരികമായി വിവാഹാലോചനകൾ എത്തുന്നത് മുമ്പ് തന്നെ ദാസേട്ടൻ പ്രഭയോട് ഒരു കാര്യം പറഞ്ഞു, സമ്മതമാണെങ്കിൽ മാത്രം മതി. ആ വാക്കുകൾ കേട്ട നിമിഷം പ്രഭയുടെ മനസ്സിൽ ലോടിയെത്തിയത് ദാസേട്ടൻ തന്നെ പാടിയ ആ ഗാനമായിരുന്നു. പ്രാണസഖി ഞാൻ വെറും പാമരനാം പാട്ടുകാരൻ. പ്രഭയുടെ മറുപടി വ്യക്തമായിരുന്നു. വിവാഹത്തിന് എനിക്ക് 100 വട്ടം സമ്മതമായിരുന്നു. അതിനുശേഷമായിരുന്നു പ്രഭയുടെ അച്ഛനോട് ദാസേട്ടൻ ആ മറക്കാനാവാത്ത വാക്കുകൾ പറഞ്ഞത്. എസ്റ്റേറ്റും പണവും കണ്ടിട്ടില്ല പ്രഭയെ ഇഷ്ടപ്പെട്ടത്, അവളെ മാത്രം തന്നാൽ മതി. ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരച്ഛൻ മനസ്സിലൂടെ ഒരു മകളുടെ ഹൃദയത്തിൽ ഒരുപോലെ വിശ്വാസം. 1970 ഫെബ്രുവരി 1 ഫോർട്ട് കൊച്ചിയിൽ ദാസേട്ടൻ്റെ വീടിനടുത്തുള്ള കോട്ടപ്പള്ളിയിൽ ദേവാലയത്തിൽ വെച്ച് പ്രഭയുടെ കഴുത്തിൽ അദ്ദേഹം മിന്നുകെട്ടി. ആരാധനയായി തുടങ്ങിയ ആ ബന്ധം പിന്നീട് മലയാളികൾ കണ്ട ഏറ്റവും മനോഹരമായ ദാമ്പത്യങ്ങളിൽ ഒന്നായി മാറി.